നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ അടുത്ത് കേരളത്തിൽ ഗുണ്ടാ വിളയാട്ടത്തെക്കുറിച്ചുള്ള പല വാർത്തകളും കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജനങ്ങൾ ഒരിക്കലും കരുതാത്ത ഒരു സർപ്രൈസാണ് പോലീസ് അവർക്കായി കാത്തുവച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു സബ് ഇൻസ്പെക്ടർ ഒരു ഗുണ്ടയെ പിടികൂടാനായി പോയപ്പോൾ കണ്ടത് ഗുണ്ടയുടെ വീട്ടിൽ വിരുന്നിന് പങ്കെടുക്കാനായി ഒരു ഡിവൈഎസ്പി എത്തിയിരിക്കുന്നു. ആ ഡിവൈഎസ്പി പോലീസുകാരെ കണ്ട് കക്കൂസിൽ ഓടി ഒളിച്ചിരിക്കുന്നു. ഇതൊക്കെ കേരളത്തിൽ നടക്കുമോ? സിനിമയിൽ മാത്രമല്ലേ നടക്കൂ എന്ന് ചോദിക്കുന്നവരോടാണ് പറയുന്നത്, കേരളത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഗുണ്ടാ സംഘങ്ങളെ ഏത് വിധേനയും പിടികൂടി ഗുണ്ടാ വിളയാട്ടം അവസാനിപ്പിക്കാനുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ആഗെന്ന് പറയുന്നത്. അത് സംസ്ഥാനത്ത് പലയിടത്തായി നടന്നുകൊണ്ടിരിക്കുന്നു. നിരവധി ആളുകളെ പിടികൂടിയിട്ടുണ്ട്. 300-ലധികം ഗുണ്ടകളെ പിടികൂടി എന്നുള്ള വാർത്തയായിരുന്നു നേരത്തെ പുറത്തു വന്നത്. അപ്പോഴാണ് ഒരു ഗുണ്ടാ നേതാവ് തന്നെ നടത്തിയ വിരുന്നിൽ ഡിവൈഎസ്പിയും മറ്റ് പോലീസുകാരും പങ്കെടുത്തതായിട്ടുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. സംശയാസ്പദമായ രീതിയിൽ ഒരു ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ വണ്ടിയിൽ ആളെത്തിയതറിഞ്ഞാണ് അങ്കമാലി പോലീസ് അവിടെ റെയ്ഡ് നടത്താനായി ശ്രമം നടത്തിയത്. അപ്പോഴാണ് പിടികൂടാനെത്തിയത് തങ്ങളുടെ മേലുദ്യോഗസ്ഥനാണെന്നുള്ള വിവരം പോലീസ് തന്നെ മനസ്സിലാക്കിയത്. അങ്കമാലി പോലീസ് എത്തിയതോടെ ഡിവൈഎസ്പി ഓടി ശുചിമുറിയിൽ ഒളിക്കുകയാണ് ചെയ്തത്. അവർക്കെതിരെ മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ടും സമർപ്പിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വട്ടം കറങ്ങിയിരിക്കുകയാണ് SI. സംഭവത്തിൽ പോലീസ് എന്തായിരുന്നാലും ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏകദേശം 6 മണിയോടെയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ഈ ഗുണ്ടയുടെ വീട്ടിൽ ഒരു പരിശോധന നടത്തിയത്. ആലപ്പുഴ ക്രൈം ഡിറ്റാച്ച്മെന്റ് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ആയിട്ടുള്ള MG സാബുവും മറ്റു പോലീസുകാരുമാണ് കഴിഞ്ഞ ദിവസം ഗൂഡല്ലൂർ സന്ദർശനം നടത്തി തിരികെ വരുന്ന വഴിയിൽ അങ്കമാലിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ തമ്മനം ഫൈസലിന്റെ വീട്ടിൽ വിരുന്നിനായി എത്തിയത്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു അവിടെ അങ്കമാലി SI ഒരു റെയ്ഡ് നടത്താനും തീരുമാനിച്ചത്. തമ്മനം ഫൈസൽ ഉൾപ്പെടെയുള്ള ഗുണ്ടാ നേതാക്കൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു, പ്രത്യേകിച്ച് ഓപ്പറേഷൻ ആഗ് നടക്കുന്ന സാഹചര്യത്തിൽ. അതിനിടയിലാണ് ഒരു കാറിൽ നിരവധി ആളുകൾ ഫൈസലിന്റെ വീട്ടിലേക്ക് എത്തിയത്. അത് മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾക്കായിരിക്കും, മറ്റെന്തെങ്കിലും ഗൂഢാലോചനയ്ക്കായിരിക്കും എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡ് നടത്തിയത്. ഫൈസലിനെയും മറ്റൊരാളെയും കരുതൽ തടങ്കലിലാക്കി എന്നുള്ള വിവരവും ഇതിന് പിന്നാലെ തന്നെ പുറത്തു വന്നു. പക്ഷേ മറ്റ് പോലീസുകാരെ എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു SI. എന്തിനാണ് അവിടെ എത്തിയതെന്ന് ചോദിച്ചപ്പോൾ തമ്മനം ഫൈസൽ വിരുന്നൊരുക്കിയതാണെന്ന് ഡിവൈഎസ്പിയും സംഘവും പറഞ്ഞതായിട്ടുള്ള വിവരം ലഭിക്കുന്നുണ്ട്. വാഗമണ്ണിൽ പോയി അവിടെ നിന്നും തിരികെ അങ്കമാലിയിലേക്ക് വന്നപ്പോഴാണ് ഇവിടെ കയറിയതെന്നും ചൂണ്ടിക്കാണിച്ചു. എന്നാൽ അവരുടെ സംസാരത്തിൽ ചില പൊരുത്തക്കേടുണ്ടായിരുന്നു, അത് വിശ്വസനീയമായിരുന്നില്ല എന്ന് പോലീസ് തന്നെ മനസ്സിലാക്കിയിരുന്നു. പോലീസുകാരാണ് അവിടെ എത്തിയതെന്ന് അറിഞ്ഞതോടെ അങ്കമാലി പോലീസ് ഇക്കാര്യം ഉടനടി തന്നെ റൂറൽ SPക്കും അദ്ദേഹം റേഞ്ച് IG-ക്കും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ ആകെ നാണക്കേടുണ്ടാക്കി ഈ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു. അതുകൂടാതെ പോലീസ് ആസ്ഥാനത്ത് നിന്നും ഇതേക്കുറിച്ച് എറണാകുളം റൂറലിൽ വിളിച്ച് വിവരവും തേടിയിട്ടുണ്ട്. SIയെ വിരട്ടിയാണ് ഗുണ്ടയുടെ വീട്ടിൽ നിന്നും ഡിവൈഎസ്പി രക്ഷപ്പെട്ടത് എന്നുള്ള ഒരു കരക്കമ്പയും പ്രചരിക്കുന്നുണ്ട്. തന്നെ പിടിക്കാൻ SIക്ക് എന്ത് അധികാരം? അങ്ങനെ ഒരു അധികാരം പോലും ഇല്ല എന്ന് ഡിവൈഎസ്പി കയർത്ത് ചോദിക്കുകയാണ് ചെയ്തത്, ക്ഷോഭിക്കുകയാണ് ചെയ്തത്. തന്റെ ഒപ്പമുള്ളത് തന്റെ സുഹൃത്തുക്കളാണെന്നും ഡിവൈഎസ്പി തന്നെ പറഞ്ഞു. പോലീസുകാരാണ് കൂടെ ഉള്ളതെന്നുള്ള വിവരം തുടക്കത്തിൽ ഡിവൈഎസ്പി മറച്ചു വെച്ചു എന്നുള്ള ഒരു ആരോപണവും ശക്തമാകുന്നുണ്ട്. ഇനിയിപ്പോൾ നിനക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ചെയ്തോളാൻ പറഞ്ഞായിരുന്നു ആ ഗുണ്ടയുടെ വീട്ടിൽ നിന്നും ഡിവൈഎസ്പി മടങ്ങിയത്. വിരുന്നിൽ ഡിവൈഎസ്പിക്കൊപ്പം പങ്കെടുത്ത 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ പോലീസ് ക്യാമ്പിലെ ഒരു ഡ്രൈവറും CPOയുമാണ് ഈ നടപടിക്ക് വിധേയരായതെന്നാണ് ലഭിക്കുന്ന സൂചന. അവരെക്കുറിച്ചുള്ള കൂടുതൽ വിശദവിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഡിവൈഎസ്പി MG സാബുവിന്റെ ഡെപ്യൂട്ടികളായിരുന്നു ഇവരെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതുകൂടാതെ ഡിവൈഎസ്പിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം 31-ാം തീയതി കേവലം 4 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സർവീസിൽ നിന്നും വിരമിക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു പൊല്ലാപ്പിൽ വന്ന് ചാടിയിരിക്കുന്നത്. കൊച്ചിയിൽ തന്നെ ഏറ്റവും ആദ്യം കാപ്പ ചുമത്തപ്പെട്ട ഗുണ്ടാ നേതാക്കളിൽ ഒരാൾ തന്നെയാണ് ജോർജ് എന്ന് പറയുന്ന തമ്മനം ഫൈസൽ. കഴിഞ്ഞ വർഷം ഒരു യുവാവിനെ ദഗ്ധനാക്കി മർദ്ദിച്ച കേസിലും തമ്മനം ഫൈസൽ മുഖ്യപ്രതിയാണ്. പോലീസ് ഒരിക്കൽ കാപ്പ ചുമത്തിയിരുന്നു. അങ്ങനെ ഒരാളുടെ വീട്ടിലാണ് ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെ വിരുന്ന് സൽക്കാരത്തിനായി എത്തിച്ചേർന്നത്. എറണാകുളത്തെ തമ്മനത്തെ വീട്ടിലെ ജോർജിന്റെ വിളിപ്പേരായിരുന്നു ഫൈസൽ എന്നുള്ളത്. പിന്നീട് അമ്മ വീടായ അങ്കമാലിയിലേക്ക് മാറി. അതിന് പിന്നാലെ തമ്മന ഫൈസൽ എന്ന രീതിയിൽ അറിയപ്പെട്ടു. ആദ്യം തർക്കത്തെ തുടർന്ന് പിതാവിനെ തല്ലിയ അയൽവാസിയെ വെട്ടി പരിക്കേൽപ്പിച്ചായിരുന്നു തമ്മനം ഫൈസൽ ഒരു ക്രിമിനലായി ഗുണ്ടയായി മാറുന്നത്. 18-ാം വയസ്സിലായിരുന്നു ഈ സംഭവം. ശേഷം വളർന്ന് വലിയ ഗുണ്ടാ നേതാവായി മാറി. കൊച്ചിയുടെ തന്നെ പേടി സ്വപ്നമായിരുന്ന തമ്മനം ഷാജിയുടെ എതിരാളി കൂടിയാണ് തമ്മനം ഫൈസൽ എന്ന് പറയുന്നത്.
അതിനുശേഷമായിരുന്നു തമ്മനം ഫൈസൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയായി മാറിയത്. 30-ലധികം കേസുകളിൽ താൻ തന്നെ പ്രതിയാണെന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നുണ്ട്. 3-4 കേസുകൾ മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നതെന്നും ഈ അടുത്തൊരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഫൈസൽ തന്നെ പറയുന്നുണ്ട്. കുറേ വർഷങ്ങളായി ഇപ്പോൾ ഗുണ്ടാപ്പണിയൊക്കെ അവസാനിപ്പിച്ചെന്നും സ്വന്തം തൊഴിലെടുത്ത് ബിസിനസ് ചെയ്ത് ജീവിക്കുകയാണെന്നും ഇയാൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സ്വന്തമായി ടിപ്പറുകളും മാലിന്യം ശേഖരിക്കുന്ന വണ്ടിയും മറ്റു കുടുംബ ബിസിനസ്സും ഒക്കെ നോക്കി നടത്തുകയാണ് ഇയാൾ ചെയ്യുന്നതെന്നും യൂട്യൂബ് അഭിമുഖങ്ങളിലൂടെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഇതിനു മുൻപ് 2021 മറ്റൊരു ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ജോണി ആന്റണി എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച കേസിലും ഫൈസലിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനമുണ്ടായിരുന്ന കേസ് അതായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഫൈസലും സംഘവും തന്നെ അത് പരസ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വാളുമായി ജോണി അടക്കമുള്ളവർ ഭീഷണിപ്പെടുത്തി അതിന് പകരം വീട്ടിയതാണ്, അവരെ ഭയപ്പെടുത്തിയതാണ് ആ സംഭവമെന്ന് പിന്നീട് ഫൈസൽ തന്നെ തുറന്നു പറഞ്ഞു. ഒപ്പം കരാട്ടെ അഭ്യസ്തവിദ്യൻ കൂടിയാണ് ഫൈസൽ എന്നുള്ളതാണ് മറ്റുള്ള ഗുണ്ടകളിൽ നിന്നും വേറിട്ട് നിർത്തുന്ന മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.